യൂട്യൂബിൽ വിജയിക്കണമെങ്കിൽ നല്ല ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം കിട്ടും എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പലരും പല കാര്യങ്ങളും പറഞ്ഞെന്ന് വരും, പലരും കളിയാക്കിയെന്നും വരും. അതൊക്കെ കേൾക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഉറപ്പ് എന്ന് തോന്നുന്ന ആ വഴിയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടുതലൊന്നും എനിക്കിവിടെ പറയാനില്ല. ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സഞ്ജിത് കുമാർ. പുള്ളി കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കണം, ഇതാണ് ഇദ്ദേഹത്തിന് വേണ്ടുന്നത്. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വരണം, എന്നെ വന്ന് കണ്ട് നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കി എടുക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ബീഹാറിലാണ് താമസിക്കുന്നത്, ഇത്ര ദൂരം വരേണ്ട ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരാം. പക്ഷെ പുള്ളിക്ക് അത് പോരാ. പുള്ളിക്ക് എന്നെ വന്ന് നേരിൽ കണ്ട് കാര്യങ്ങൾ ശരിയാക്കിയേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാനതിനെ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ചുമ്മാതെ പറയുവാണെന്ന്. പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു, ചേട്ടാ ടിക്കറ്റ് കിട്ടിയില്ല, ടിക്കറ്റ് നോക്കുന്നുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ പുള്ളിക്കാരന് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്കിത് സീരിയസ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് കൊടുത്തില്ല. എങ്കിലും ഞാൻ പറയുമായിരുന്നു, നോക്ക് കിട്ടിയാ പറ. ഞാൻ പുള്ളിയെ ഡിസ്കറേജ് ചെയ്തതുമില്ല. ഞാനിതൊക്കെ മറന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ പട്ന ഗുരുദ്വാരയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു കോൾ വന്നു. ചേട്ടാ ടിക്കറ്റ് കിട്ടി, ഞാൻ നാളെ കയറുക. അപ്പോൾ ചേട്ടന് നാട്ടിൽ നിന്ന് കഴിക്കാൻ അവിടെ കിട്ടാത്തത് എന്തെങ്കിലും കൊണ്ടുവരണോ? ഇതാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരാൾ ഇത്ര ദൂരം 2-3 ദിവസം ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഇവിടെ വരുമോ? സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഇതിന് ഉത്തരവൊന്നും കുറേ നേരം കൊടുത്തില്ല. കാരണം ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും പണിയുമായിട്ട് വരുവാണോ? നമ്മളൊരു സാധാരണക്കാരൻ എന്നുള്ള രീതി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ ഒന്ന് കയറി നോക്കി, വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് ഏതാണ്ട് തോന്നി, ജെനുവിൻ ആണ്, ഈ ആൾ തന്നെ ആണ് വരുന്നതെങ്കിൽ ആൾ ജെനുവിൻ ആയിരിക്കും. പിന്നെ ഞാനും വിചാരിച്ചു, എന്തായാലും ആൾ വരികയാണ്, വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. പുള്ളി എത്തുന്ന ദിവസം ഈ ഹോളിയുടെ അവധി ആയിരുന്നതുകൊണ്ട് ഈ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി ഞാൻ തന്നെ സ്റ്റേഷനിൽ പോയി പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു. എൻ്റെ വീടിന് അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ ഞാൻ പുള്ളിക്ക് വേണ്ടി ഒരു റൂമും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഫ്ലാറ്റ് ഈ ബിൽഡിങ്ങിലാണ്. ഇതിന്റെ സൈഡിലൂടെ കാണുന്ന ഈ റോഡിലൂടെ ഇവിടെ നോക്ക്, നിങ്ങൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. ഹോളിയുടെ അവധിയാണ്, 2-3 ദിവസത്തെ അവധിയാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഹോട്ടലിൽ ഞാൻ പുള്ളിക്കാരന് വേണ്ടി ഒരു റൂമും ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം യാത്ര ചെയ്ത് പുള്ളി ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. രാത്രി 10-12 മണി ആയിട്ടുമുണ്ട്. അപ്പം നാളെ വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിയെ റൂമിലാക്കി ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ വീണ്ടും പുള്ളിക്കാരൻ്റെ റൂമിൽ ചെന്ന് പുള്ളിക്കാരൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതെല്ലാം മനസ്സിലാക്കി കൊടുത്ത് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങളെല്ലാം ഞാൻ പുള്ളിക്കാരന് ചെയ്തു കൊടുത്തു. പിന്നെ ഇവിടെ ഇപ്പോൾ ഹോളി ആയതുകൊണ്ട് നോൺ വെജ് ഹോട്ടലുകളൊന്നും കിട്ടത്തില്ല. കാരണം ഇവിടെ ഫെസ്റ്റിവലും ഉത്സവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നോൺ വെജുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി അവിടുന്ന് അത്യാവശ്യം ചെറുതായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പുള്ളിക്കാരന് ഇന്ന് തന്നെ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കണം. പുള്ളിക്കാരൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് നോക്കണം. പക്ഷേ പുള്ളിക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. പക്ഷേ ഇവിടുന്ന് ബീഹാറിൽ നിന്ന് ഈ പട്നയിൽ നിന്ന് ഡയറക്റ്റ് ഒരു ട്രെയിൻ ഇന്നോ നാളെയോ നമ്മുടെ നാട്ടിലേക്കില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, നേരെ കൽക്കട്ടയ്ക്ക് വിട്ട് ഓവർനൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ ദിവസവും എപ്പോഴും ട്രെയിൻ ഉണ്ട് നാട്ടിലേക്ക്. അങ്ങനെ പുള്ളി ആ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ച് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുപ്പിച്ചിട്ട് ഞാനിവിടെ ഗംഗാതീരത്ത് കൊണ്ടുവന്നു പുള്ളിയെ. ഇവിടെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാനിപ്പൂരി കിട്ടും. അപ്പോൾ ഈ പാനിപ്പൂരിയൊക്കെ ശരിക്കും നന്നായിട്ട് ഉണ്ടാക്കുന്നത് കൂടുതലും ബീഹാറികളാണ്. അതുകൊണ്ട് ഞാൻ ബീഹാറിലെ തന്നെ ദേശീ പാനിപ്പൂരി കഴിപ്പിക്കാന്ന് വെച്ച് പുള്ളിയെ. വെള്ളം കളയരുത്, വെള്ളത്തോടെ പെട്ടെന്നായിട്ട്. അടുത്ത് മേടിച്ചോ. മതിയെന്നല്ല, 5-6 കഴിക്കണം. ശരിയാവും കഴിക്കേ, അത് ശീലമായിക്കോളും. നല്ല പുളിയുണ്ടെന്ന് തോന്നുന്നു. ഒറ്റയടിക്ക് പോട്ടെ. ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. കാര്യങ്ങളെല്ലാം റെഡിയാക്കി മനസ്സിലാക്കി കൊടുത്തു. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോളിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇതേപോലെ ഒരു യാത്ര ചെയ്ത് ഇത്ര ദൂരം വരണ്ട എന്നുള്ള കാര്യവും പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുത്ത് ഞാൻ പുള്ളിക്കാരനെ യാത്രയാക്കി. പുള്ളിക്കാരൻ കൽക്കട്ടയ്ക്ക് പോകേണ്ടതാണ്. അപ്പോൾ പെട്ടെന്നൊരു അറേഞ്ച്മെന്റ് കിട്ടിയത് നമുക്ക് ബസ് സർവീസാണ്. അപ്പോൾ ബസ്സിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ പുള്ളിക്കാരനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ ഈ സഞ്ജിത് കുമാർ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനുമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും 3 ദിവസം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടെ ബീഹാറിലെത്തി. ഇത് കേൾക്കുന്ന പലരും അദ്ദേഹത്തെ കളിയാക്കിയെന്ന് വരാം.
ഓ എന്തോന്നറിയാനാണ് ഇത്ര ദൂരം പോയിട്ട് എന്തു മനസ്സിലാക്കാനായിട്ടാണ്? ഇത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഈ സഞ്ജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹം എന്നെയെന്നല്ല, ഇദ്ദേഹം പല ആളുകളെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാം പുള്ളിക്കാരൻ പറഞ്ഞത് അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ആരും അദ്ദേഹത്തിന് വേണ്ടത്ര റെസ്പോൺസ് കൊടുത്തിട്ടില്ല. ഞാൻ പുള്ളിക്കാരൻ്റെ റെസ്പോൺസ് കൊടുത്തിരുന്നു. ചില സംശയങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പുള്ളിക്കാരൻ്റെ ഓരോ മെസ്സേജിനും ഓരോ കോളിനും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇത്ര ദൂരെ ആണെങ്കിൽ പോലും എൻ്റെ അടുത്തേക്ക് വന്നത്. ഇവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് ആ സംഭവം നടന്നു. നേരിൽ ഒരാളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈ ഒരു ആത്മാർത്ഥത, ഈ ഒരു ആത്മവിശ്വാസം എനിക്കും പുള്ളിക്കാരിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ പുള്ളിക്കാരൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും യൂട്യൂബിൽ വിജയം കിട്ടിയിരിക്കും. അപ്പം നിങ്ങളും നിങ്ങളുടെ ഒരു ആത്മാർത്ഥത, ആത്മവിശ്വാസം, ഈ ഒരു ആവേശമൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായി യൂട്യൂബിൽ വിജയം കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.